ഇത് തിരുനാവായ AMLP സ്കൂൾ. അതുല്യമായ ഒട്ടനവധി ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മാമാങ്കമണ്ണിൽ നിളയോരത്ത് 8 പതിറ്റാണ്ടിലേറെ കാലമായി അറിവിന്റെ ആദ്യക്ഷരങ്ങൾ പകർന്നു നൽകി ജ്ഞാനതീരത്തേക്കൊരു സമൂഹത്തെ കൈപ്പിടിച്ച് നടത്തിയ മാതൃവിദ്യാലയം. വിദ്യാർത്ഥികളുടെ പുരോഗതിക്കായി നിരവധി പ്രവർത്തനങ്ങളാണ് വിദ്യാലയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പാഠ്യേതര മേഖലയിൽ മികച്ച പരിശീലനത്തോടൊപ്പം കലാകായിക രംഗത്ത് തുടർച്ചയായി ഉന്നത നേട്ടം സ്ഥാപനം കൈവരിച്ചു പോരുന്നു. ഈ വർഷം സ്കൂളിൽ നടന്ന പ്രധാന പഠന പ്രവർത്തനങ്ങളിൽ ചിലത് നമുക്കൊന്ന് പരിചയപ്പെടാം. ചിരിച്ചും കളിച്ചും മധുരം നുകർന്നും അക്ഷരദീപം കൊളുത്തി പ്രവേശനോത്സവത്തോടെ ഈ വർഷത്തെ പഠന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ അന്യമായിക്കൊണ്ടിരിക്കുന്ന ഈന്തമരത്തിന്റെ സംരക്ഷണ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനു വേണ്ടി ഈന്തമരത്തിന്റെ സംരക്ഷണ വലയം ഒരുക്കിയും പരിസ്ഥിതി പ്രാധാന്യമുള്ള പുസ്തകങ്ങളെ പരിചയപ്പെടാൻ പ്രദർശനവും പോസ്റ്റർ നിർമ്മാണവും ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. കഴിഞ്ഞ വർഷത്തെ LSS പരീക്ഷയിൽ മികച്ച വിജയം നേടിയ അലോക്, സരിക കൃഷ്ണ, ഫാത്തിമ മെഹറിൻ, നജ, തുഷാര, ഫാത്തിമ ഷിസ എന്നിവരെ തിരൂർ നിയോജക മണ്ഡലം MLA കുറുക്കോളി മൊയ്തീൻ പ്രഗത്ഭരുടെ സാന്നിധ്യത്തിൽ അവരെ ആദരിച്ചു. വായനാദിനത്തിൽ മലയാള സാഹിത്യകാരന്മാരുടെ പ്രൊഫൈൽ പരിചയപ്പെടുത്തുന്ന റൈറ്റേഴ്സ് വാളും പുസ്തക പ്രദർശനവും ഉൾപ്പെടെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. അന്യമായിക്കൊണ്ടിരിക്കുന്ന നാടൻ ഭക്ഷണങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്നതിനു വേണ്ടിയും ആരോഗ്യകരമായ ഭക്ഷണശീലം പരിചയപ്പെടുത്തുന്നതിനു വേണ്ടിയും എല്ലാ ക്ലാസ്സിലും നാടൻ ഭക്ഷണമേളകൾ സംഘടിപ്പിച്ചു. ഒന്നും ഇമ്മിണി വലിയൊന്ന് എന്ന സാമൂഹിക യാഥാർത്ഥ്യത്തെ തന്റെ സാഹിത്യരചനയിലൂടെ സമൂഹത്തിന് പരിചയപ്പെടുത്തിയ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖിയുടെ 80ാം വാർഷികവും അദ്ദേഹത്തിന്റെ 30ാം ചരമവാർഷികത്തിന്റെയും ഭാഗമായി ബഷീറിന്റെ ജീവിത ചരിത്രം, കൃതികൾ, ശൈലികൾ, ഫലിതങ്ങൾ, ചിത്രങ്ങൾ ഉൾപ്പെടുന്ന ഇമ്മിണി ഭല്യ സുൽത്താൻ എന്ന സ്പെഷ്യൽ പതിപ്പ് സ്കൂളിന് കീഴിൽ പുറത്തിറക്കുകയും ഇത് കേരള നിയമസഭാ മന്ദിരത്തിൽ വെച്ച് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ പള്ളിയറ ശ്രീധരൻ സാറിന്റെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി V. അബ്ദുറഹിമാൻ അവറുകൾ പ്രകാശനം ചെയ്തു. ഇവ എല്ലാ കുട്ടികൾക്കും സൗജന്യമായി വിതരണം ചെയ്തു. തിരുനാവായിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ചരിത്രം പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വില്ലേജ് ഓഫീസ് പറമ്പിൽ വെച്ച് വില്ലേജ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ ഫ്രീഡം ഗേറ്റ് സംഘടിപ്പിച്ചു. കൂടാതെ ഫ്രീഡം ഫിംഗർ ട്രീ, രക്ഷിതാക്കൾക്കുള്ള ക്വിസ് മത്സരം, പതാക നിർമ്മാണം, ചിത്രരചന എന്നിവയും സംഘടിപ്പിച്ചു. ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ ഭാഗമായി വിവിധ റോക്കറ്റുകളുടെ മാതൃക നിർമ്മിക്കുകയും അവയുടെ പ്രദർശനവും സ്പെഷ്യൽ അസംബ്ലിയും ബഹിരാകാശ ദിന പ്രഭാഷണവും സംഘടിപ്പിച്ചു. ഗാന്ധി ജയന്തിയുടെ ഭാഗമായി കുട്ടികളുടെ സമാധാന സന്ദേശ സംഗമവും ഗാന്ധി പത്രങ്ങളുടെ പ്രദർശനവും ഗാന്ധി അനുസ്മരണ പ്രഭാഷണവും യുദ്ധവിരുദ്ധ പോസ്റ്ററും തയ്യാറാക്കി. ലോക തപാൽ ദിനത്തിന്റെ ഭാഗമായി പഴയ തപാൽ കാർഡുകൾ, തപാൽ കവറുകൾ, വിവിധ രാജ്യങ്ങളിലെ സ്റ്റാമ്പുകൾ, കേരളവുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക സ്റ്റാമ്പുകൾ ഉൾപ്പെടുന്ന അപൂർവ തപാൽ വസ്തുക്കളുടെ പ്രദർശനം സംഘടിപ്പിച്ചു. കേരള പിറവിയുടെ ഭാഗമായി സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ചിഹ്നങ്ങൾ പരിചയപ്പെടുത്തുന്ന പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു. ദേശീയ പക്ഷി നിരീക്ഷണ ദിനത്തിന്റെ ഭാഗമായി റിയക്കോയുടെ സഹകരണത്തോടെ വിവിധ രാജ്യങ്ങളിലെ തപാൽ സ്റ്റാമ്പുകളിൽ വന്നിട്ടുള്ള പക്ഷികളുടെ ഫോട്ടോ പ്രദർശനവും പക്ഷി പഠന ക്ലാസും സംഘടിപ്പിച്ചു. പ്രമുഖ പ്രാദേശിക പക്ഷി നിരീക്ഷകൻ M. സാദിക്ക് കുട്ടികളുമായി സംവദിച്ചു. ശിശുദിനത്തിന്റെ ഭാഗമായി നെഹ്റു ചിത്ര പ്രദർശനവും ശിശുദിന റാലി, കളറിംഗ്, ജീവചരിത്ര കുറിപ്പ്, ക്വിസ് മത്സരം എന്നിവ സംഘടിപ്പിച്ചു. ഈ വർഷത്തെ സ്കൂളിന്റെ തനത് പ്രവർത്തനത്തിന്റെ ഭാഗമായി തിരുനാവായിലെ അധിനിവേശ സസ്യങ്ങളുടെ വ്യാപനവും പരിഹാരവും എന്ന പ്രൊജക്ട് സബ് ജില്ലാ ശാസ്ത്രമേളയ്ക്ക് 1ാം സ്ഥാനവും സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ പ്രത്യേക അംഗീകാരവും പ്രശംസയും ലഭിക്കുന്നതോടൊപ്പം ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ചെയർമാൻ ഡോക്ടർ അനിൽകുമാർ സാർ തിരുനാവായ സന്ദർശിച്ചു. കൂടാതെ തിരുനാവായ ഗ്രാമപഞ്ചായത്ത് ബോർഡ് മീറ്റിംഗ് ചേർന്ന് ഈ വിഷയത്തിന് പരിഹാര പ്രവർത്തനത്തിന് വേണ്ട നടപടിക്കായി തീരുമാനം കൈക്കൊണ്ടു. പഞ്ചായത്ത് തല കലാകായിക മത്സരത്തിൽ മികച്ച പോയിന്റുമായി 1ാം സ്ഥാനം ഈ വർഷവും നിലനിർത്തി.
5ാം ക്ലാസ്സിലെ വസ്ത്രത്തിന്റെ നാൾവഴികൾ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് പഴയ വസ്ത്രങ്ങളുടെ പുനരുപയോഗ സാധ്യത മനസ്സിലാക്കുന്നതിനായി പഴയ വസ്ത്രങ്ങൾ കൊണ്ട് നിർമ്മിച്ച വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ചു. 4ാം ക്ലാസ്സിലെ പക്ഷികളുടെ കൗതുക ലോകം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് പ്രകൃതി നടത്തവും പക്ഷി നിരീക്ഷണവും സംഘടിപ്പിച്ചു. 3ാം ക്ലാസ്സിലെ പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി തിരുനാവായ റെയിൽവേ സ്റ്റേഷനും തുഞ്ചൻ പറമ്പും പ്രാദേശിക ചരിത്ര സ്മാരകങ്ങളും സന്ദർശിച്ചു. 2ാം ക്ലാസ്സിലെ പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ക്ലാസ്സിലെ കളർ പൂന്തോട്ടവും ഓലകൊണ്ടുള്ള കളിപ്പാട്ടങ്ങളും 1ാം ക്ലാസ്സിലെ പഠനഭാഗവുമായി ബന്ധപ്പെട്ട് ക്ലാസ്സിൽ നടന്ന പ്രധാന പ്രവർത്തനങ്ങളും ഉൽപ്പന്നങ്ങളും സ്കൂളിൽ നടന്ന വിവിധ ആഘോഷ പരിപാടികൾ. ഒന്ന് മുതൽ 5 വരെ ഇംഗ്ലീഷ്, മലയാളം മീഡിയം, LKG, UKG ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. AMLP സ്കൂൾ തിരുനാവായ. വിശാലമായ കമ്പ്യൂട്ടർ ലാബ്, മികച്ച അധ്യാപനം, ക്ലാസ് ലൈബ്രറി, വാഹന സൗകര്യം, ദിനാചരണങ്ങൾ, ചിൽഡ്രൻസ് പാർക്ക്, കലാകായിക ശാസ്ത്ര മേഖലയിൽ മികച്ച പരിശീലനം, LSSന് പ്രത്യേക പരിശീലനം, പഠന പിന്നോക്കക്കാർക്കായി പ്രത്യേക പദ്ധതി, വിവിധ ക്ലബ്ബുകൾ, വിവിധ സ്കോളർഷിപ്പുകൾ, ഫീൽഡ് ട്രിപ്പ്, പഠനയാത്രകൾ, ബിഗ് സ്ക്രീൻ ഡിവൈസ്, പാഠപുസ്തകം, യൂണിഫോം, ഭക്ഷണം സൗജന്യം, മാസ്റ്ററിൽ, യൂട്യൂബ് ചാനൽ, സ്പോക്കൺ ഇംഗ്ലീഷ് പ്രത്യേക പരിശീലനം. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കോൺടാക്ട് 9446 930904 0494 260 0446.